Question നോക്കുക. A disk of radius 20 centimeter and mass 1/2 kilogram is rolling on an inclined plane. Find out the frictional force such that disk performs pure rolling. എയിംസ് 2019 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ തൃശ്ശൂർ സിറ്റിയിൽ ഹോം ട്യൂഷനായിട്ട് നീറ്റ് ഫിസിക്സ്, നീറ്റ് കെമിസ്ട്രി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. ഇത് വെറുതെ ഒരു ഇൻക്ലൈൻഡ് സർഫേസ് ആണ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്കൊരു ഡിസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 20 × 10⁻⁻² മീറ്റർ. മാസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 1/2 കിലോഗ്രാം. ഈസ് റോളിംഗ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഫൈൻഡ് ഔട്ട് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയുണ്ട്, പഠിച്ചിരിക്കുക. ഫോർമുല എഫ് ഈസ് ഈക്വൽ ടു mg sin തീറ്റ. എന്താണ്? mg sin തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ എന്താണ് ഫോർമുല? എഫ് ഈക്വൽ ടു mg sin തീറ്റ ഡിവൈഡഡ് ബൈ 3. ഈ ഫോർമുല പഠിക്കുക. എമ്മിൻ്റെ സ്ഥാനത്ത് 1/2 കൊടുക്കുന്നു, ജിയുടെ സ്ഥാനത്ത് 10 കൊടുക്കുവാണ്. ദെൻ സൈൻ 30 ഡിഗ്രി കൊടുക്കുക, ഹോൾ ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 3√2 n എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്കിവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? 5/3√2 n കിട്ടിയില്ലേ? അപ്പോൾ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫോർമുല പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.